അസ്സലാമലൈക്കും എല്ലാവർക്കും ജാസ്മിസ് ഹോം വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ 750 ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എല്ലില്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂൺ കോൺ പൗഡർ, 1 ടേബിൾ സ്പൂൺ തൈര് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഞാനിതിവിടെ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് തന്നെ മതിയാവും. കാരണം നമ്മൾ ഇത് വേവിച്ചെടുക്കുമ്പോൾ ഈ ഒരു ബീഫിൽ നിന്നൊക്കെ വെള്ളം പുറത്തോട്ട് വരും. അപ്പോൾ ഇത്രയും തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 6 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഓരോ കുക്കറിനനുസരിച്ച് ഈ ഒരു കുക്കിംഗ് ടൈമൊക്കെ മാറ്റം വരും. അതിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല മൂത്ത ബീഫാണ്. അതുകൊണ്ടാണ് ഞാൻ 6 വിസിൽ വെക്കുന്നത്. ഇളയ ബീഫൊക്കെ ആണെങ്കിൽ ഒരു 2ഓ 3ഓ വിസിലൊക്കെ വരുമ്പോഴേക്കന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ 6 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് വെള്ളമുണ്ട് നമ്മുടെ ഈ ഒരു ബീഫിൽ. ഇനി നമുക്കിതൊരു പാനിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം നമ്മുടെ ഈ ഒരു ബീഫ്. അതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2ഓ 3ഓ മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നല്ല ഡ്രൈ ആയി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. 4 വറ്റൽമുളക് ചെറുതായിട്ട് ക്രഷ് ചെയ്തത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിതിവിടെ 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.